ജിയോഫോട്ടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട 3 അപ്ഡേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് പൈസയായി ബന്ധപ്പെട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കേണ്ടത് പൈസ സമ്പാദിക്കാനും ആർട്സ് വഴി കൂടുതൽ റവന്യൂ ഉണ്ടാക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് തിരിച്ചടിയായി നിൽക്കുന്ന ഒരു അപ്ഡേഷനാണ് മൂന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. എന്നാൽ ബാക്കി 2 അപ്ഡേഷൻ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സിനും കുറച്ച് സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഡീമോണിറ്റൈസേഷൻ ആയി പോയ കുറച്ച് ചാനലുകളുണ്ടല്ലോ, നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ ഒരുപാട് ചാനലുകൾ ഡീമോണിറ്റൈസേഷൻ, അതായത് മോണിറ്റൈസേഷൻ കട്ടായി പോയ ഒരുപാട് ചാനലുണ്ട്. പല കാരണം കൊണ്ട് മോണിറ്റൈസേഷൻ കട്ടാ, അല്ലേ? റീയൂസർ കണ്ടന്റ്, റിപ്പറ്റേറ്റീവ് കണ്ടന്റ്, അല്ലെങ്കിൽ എന്താ പറയുക, മോണിറ്റൈസേഷൻ വയലേഷൻസ്, ഇന്നോതന്റിക് കണ്ടന്റ്, ഇതൊക്കെ കാണിച്ചിട്ട് കട്ടായി പോയ കുറച്ച് ചാനലുകളുണ്ട്. ഒരുപാട് പേര് സങ്കടപ്പെട്ട് അങ്ങനെയുള്ള ചാനലുകൾ അവർ തുടർന്നും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, മോണിറ്റൈസേഷൻ കട്ടായതിനു ശേഷവും അവർ വീഡിയോ ആക്റ്റീവായി ആ ചാനൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും അവരുടെ ആ മോണിറ്റൈസേഷൻ തിരിച്ചു കൊടുക്കാനുള്ള ഒരു, അതായത് അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ അവർക്ക് മോണിറ്റൈസേഷൻ തിരിച്ചു കൊടുക്കാനുള്ള ഒരു നല്ല അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് യൂട്യൂബ് കൊണ്ട് തരുന്നത്. അപ്പോൾ അങ്ങനെ തരുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ചാനൽ നഷ്ടപ്പെടുത്താതെ അതിൻ്റെ അകത്ത് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുകയും നമുക്ക് അതിനകത്ത് വരുമാനം ഏൺ ചെയ്യാനും പറ്റും. അത് നല്ലൊരു അപ്ഡേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേഷനായിട്ട് വരുന്നത് വെച്ചാൽ ലൈവ് സ്ട്രീമിൻ്റെ അകത്ത്, മൊബൈൽ ലൈവ് സ്ട്രീമിൻ്റെ അകത്ത് സൈഡ് ബൈ സൈഡ് ആയിട്ട് പരസ്യം കാണിക്കാൻ പോവുകയാണ്. അതുവഴി നമുക്ക് കൂടുതൽ ഏണിങ്സും കൂടെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം, നമുക്ക് ലാപ്ടോപ്പിൻ്റെ അകത്തൊക്കെ ലൈവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് സൈഡ് ബൈ സൈഡ് ആയിട്ട് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മൊബൈൽ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് പരസ്യങ്ങൾ കാണിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വരുന്നത് സൈഡ് ബൈ സൈഡ്, ഒരു സൈഡിൽ നമ്മുടെ ലൈവും ഒരു സൈഡിൽ പരസ്യവുമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലൈവിൻ്റെ അകത്ത് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് യൂട്യൂബ് പുതിയ അപ്ഡേഷനായിട്ട് അത് കൊണ്ടു തന്നേക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ അപ്ഡേഷനായിട്ട് വരുന്നത് നമുക്ക് അത്ര സുഖമുള്ള അപ്ഡേഷൻ അല്ല. കാരണം നമുക്ക് എല്ലാ രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബിനകത്തുണ്ടെന്ന് പറഞ്ഞാലും ആർട്സ് വഴിയുള്ള റവന്യൂ ആണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലേ? ആർട്സ് റവന്യൂ, അതായത് നമ്മുടെ വീഡിയോസിനകത്ത് വരുന്ന പരസ്യം, ആ പരസ്യം വഴിയുള്ള റവന്യൂ ആണ് നമുക്ക് യൂട്യൂബേഴ്സിന് കൂടുതലായിട്ടുള്ള റവന്യൂ. ഏത് രീതിക്ക് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും കൂടുതൽ റവന്യൂ കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് സബ്സ്ക്രിപ്ഷൻ ഫീഡിൻ്റെ അകത്ത്, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഫീഡിൻ്റെ അകത്ത് പരസ്യം കാണിക്കാൻ പോവാണ്. അങ്ങനെ പരസ്യം കാണിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് റവന്യൂ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല. അതാണ് മോശമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പരസ്യം കാണിച്ചു കഴിഞ്ഞാൽ പരസ്യം വരും, പക്ഷേ നമുക്ക് അതിന് ഏണിങ്സ് കിട്ടില്ല. അത് യൂട്യൂബിന് മാത്രം കിട്ടുന്ന ഏണിങ്സ് ആണ്, നമുക്ക് അതിൻ്റെ അകത്ത് ഏണിങ്സ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ ചില ആൾക്കാരുടെ സംശയങ്ങളായിരുന്നു, സബ്സ്ക്രിപ്ഷൻ വീടിനകത്ത് പരസ്യം കാണിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഏണിങ്സ് കിട്ടുമെന്നുള്ളത് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് പരസ്യം കാണിക്കും, അല്ലേ? ചാനലിനകത്ത് പരസ്യം കാണിക്കുന്നുണ്ട്. മോണിറ്റൈസേഷൻ അതിനെ ഒരുപാട് പേര് ചോദിക്കും, സംശയം, ചേട്ടാ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല, പക്ഷേ എൻ്റെ ചാനലിനകത്ത് പരസ്യം വരുന്നുണ്ടല്ലോ, വീഡിയോസിനൊക്കെ പരസ്യം വരുന്നുണ്ടല്ലോ. അത് പരസ്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഗൂഗിളിലൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആ സെർച്ച് ചെയ്യുന്ന കമ്പനികളുടെ പരസ്യങ്ങൾ യൂട്യൂബ് എന്ത് ചെയ്യും, നമുക്ക്, അതായത് ആ ഒരു ആഡ്സ് നമ്മുടെ ഇതിനകത്ത് കൊണ്ടുവന്നിടും. നമ്മളെപ്പോലുള്ള ആൾക്കാർ ആ പ്രൊഡക്റ്റ് മേടിക്കാനും നമ്മളതിന് താല്പര്യമുള്ളതുകൊണ്ടാണ് കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ അതാണ് ആ ഒരു പരസ്യം. അതേപോലെ തന്നെ ആ ഒരു പരസ്യത്തിന് മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർക്ക് അതിന് ഉപകാരമില്ല, പരസ്യത്തിന് പൈസയും കിട്ടത്തില്ല. അതേപോലെ തന്നെയാണ് ഇപ്പം സബ്സ്ക്രിപ്ഷൻ വീടിൻ്റെ അകത്ത് പരസ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് 3 അപ്ഡേഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.